പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 21-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ, ഈ പ്രഭാതം ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയ ദൈവദാസന്മാരെ, ആമേൻ, സ്തോത്രം. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെയാണെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം. തമ്മിൽ പ്രാർത്ഥിക്കുവാനും, ആമേൻ, സ്തോത്രം, നിങ്ങളെ ഓർക്കുവാനും, ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥന, ആമേൻ, ഞങ്ങളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിന് കാരണമാകുവാനും ഇടയായതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും, ആമേൻ, സ്തോത്രം, ആമേൻ, ഓർത്ത് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക്, ആമേൻ, സ്തോത്രം, വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു: ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവഭക്തന്മാരായി ജീവിച്ചാൽ അനർത്ഥം വരികയില്ലെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. മനുഷ്യരായി പിറന്നിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവയുടെ എണ്ണം ഒരുപക്ഷെ വലുതായിരിക്കുകയും ചെയ്യാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. എന്നാൽ ദുഷ്ടന് അനർത്ഥം വരുമ്പോൾ ആര് പ്രാർത്ഥിച്ചാലും നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല. അനർത്ഥം വരികയില്ലെന്നാണ് അവൻ പറയുന്നത്. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഒരാളുടെ ജീവിതത്തിൽ നേരിടുന്ന അപകടങ്ങൾ, ശാരീരികമായും മാനസികമായും നേരിടുന്ന പ്രയാസങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, മറ്റു ദുരന്തങ്ങൾ എന്നിവയ്ക്ക് വേദപുസ്തക ഭാഷയിൽ അനർത്ഥമെന്ന് പറയുന്നു. നമുക്ക് അനർത്ഥം ഉണ്ടാകരുതെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരും അനർത്ഥം വരുവാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അനർത്ഥങ്ങളോട് ഓരോരുത്തരുടെയും മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണ്. മറ്റുള്ളവർക്ക് അനർത്ഥങ്ങൾ നേരിടുമ്പോൾ, ആമേൻ, ജനങ്ങൾ വ്യത്യസ്ത നിലകളിൽ അതിനോട് പ്രതികരിക്കുന്നു. അനർത്ഥം വരുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നാം ഇഷ്ടപ്പെടുന്നവർക്കും ആണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും സഹതാപവും, മറിച്ച് അത് നമ്മുടെ ശത്രുക്കൾക്കും ആണെങ്കിൽ ചിലർക്ക് സന്തോഷവും ഉണ്ടാകും. എന്നാൽ ചില കൂട്ടരുണ്ട്, അവരെ അനർത്ഥം വന്നത് അവൻ്റെ കുറവാണ്, അവൻ്റെ പാപനിമിത്തമാണ്. അതുകൊണ്ട് ഈ അനർത്ഥത്തിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നില്ല. ഇങ്ങനെ അനർത്ഥങ്ങളിൽ സന്തോഷിക്കുന്നവരുമുണ്ട്. നമുക്ക് നേരിടുന്ന അനർത്ഥങ്ങളിൽ നാം ദുഃഖിക്കുകയും നീക്കുപോക്കിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് അനർത്ഥം വരുത്തി വയ്ക്കുന്നവർക്കും ശത്രുക്കൾക്കും അനർത്ഥം വരുന്നത് കാണുമ്പോൾ നാം സന്തോഷിക്കുന്നുണ്ടോ? ഏശാവിൻ്റെ വംശ പാരമ്പര്യമായ ഏദോമ്യർക്ക് വന്നു ഭവിച്ച നാശത്തിൻ്റെ കാരണം ഇസ്രായേൽ മക്കൾക്ക് നാശം വരുത്തുവാൻ അവർ ശത്രുക്കളോട് ചേർന്ന് പ്രവർത്തിച്ചതും ഇസ്രായേലിൻ്റെ അനർത്ഥങ്ങളിൽ അവർ സന്തോഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അമ്മോന്യർ എന്ന ജാതിയോടും ആമേൻ, സ്തോത്രം, മേൽ പറഞ്ഞതുപോലെ ആമേൻ, ഏശാവിൻ്റെ വംശത്തിന് വന്നതുപോലത്തെ അനർത്ഥങ്ങളും ശാപങ്ങളും ശിക്ഷകളും ഒക്കെ അവർക്കും വരുവാനിടയായി. അവരും ആമേൻ ദൈവജനത്തെ നശിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ പല ശത്രുക്കളോടുകൂടെ ചേർന്ന് ആമേൻ അവർ ഉണ്ടാക്കി. പ്രിയ ദൈവപൈതലേ, നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുവാനിടയാകും. മറ്റുള്ളവരുടെ അനർത്ഥങ്ങളിൽ സന്തോഷിക്കാതെ, അവരെ പരിഹസിക്കാതെ സഹതപിക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പലതും പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചും കൊണ്ട് തുടങ്ങുന്ന ബിസിനസ്സുകൾ നഷ്ടമാകുമ്പോൾ ബാധ്യത അനർത്ഥമായി കയറി വരും. കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുവാൻ വേണ്ടി ഭീമമായ ബാധ്യതകളിൽ അവർ പെട്ടുപോകും.
ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാർ സ്വന്തം ഭവനമില്ലാതെ, ഒരു സെന്റ് ഭൂമിയില്ലാതെ, വാടക ഭവനങ്ങളിൽ പാർത്തുകൊണ്ട് വാടക കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ, ഒരു നല്ല ആലയമില്ലാതെ എത്രയെത്ര ദൈവമക്കൾ ഭാരപ്പെടുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടവർ, അവരെ ആത്മാർത്ഥമായി കൈത്താങ്ങേണ്ടവർ പരിഹാസ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ ഇവർക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇവരുടെ കുറവല്ലേ? ഇവർ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയല്ലേ ഇവർ ആരാധിക്കുന്നത്? എന്തുകൊണ്ട് ഇവരെ ദൈവം അനുഗ്രഹിക്കുന്നില്ല? എൻ്റെ ദൈവമക്കളെ, അമ്മേ സ്തോത്രം, ഇന്ന് പ്രഭാതം ചോദിക്കട്ടെ, പൗലോസ് ഈ ഭൂമിയിൽ എന്തോരം കഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ വേലയിൽ അമ്മ തീക്ഷ്ണതയുള്ളവനായിരുന്നില്ലേ? ഹല്ലേലൂയ. അമ്മ കൃപകളിൽ ആധിക്യം നിറഞ്ഞവനായിരുന്നില്ലേ? മരിച്ചവനെ ഉയർപ്പിച്ചില്ലേ? രോഗികളെ സൗഖ്യമാക്കില്ലേ? എത്രയോ അത്ഭുതങ്ങൾ പൗലോസ് ചെയ്തു. അവരെല്ലാം എങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ? സുഖവും സമൃദ്ധിയിലും സമ്പത്തിലുമല്ല ആയിരുന്നത്. അവർ ഏറ്റവും കഷ്ടതയിൽ കൂടെയായിരുന്നു കടന്നുപോയത്. പല ഇടങ്ങളിൽ നിന്നും അവർ ധനം ശേഖരിപ്പാനിടയായി. എന്തിനു വേണ്ടി? ആമെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ആലയം പണിയുവാൻ. ഇങ്ങനെയൊക്കെ അവർ അനേകരോട് ആമേ സ്തോത്രം അവർ സഹായം ആവശ്യപ്പെട്ടു ഇരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ രാജാവിനെ പോലെ ജീവിക്കേണ്ടവൻ ഏറ്റവും ദരിദ്രനായി ജീവിച്ചില്ലേ? യഹൂദന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു രാജാവ് ജനിക്കുമെന്നാണ്. പക്ഷേ ദരിദ്രനായി ജനിച്ച യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇന്നും അങ്ങനെയല്ലേ? ദരിദ്രരായ ദൈവദാസന്മാര് ദൈവമക്കളെ അംഗീകരിക്കാൻ തയ്യാറല്ല, അവരെ സ്നേഹിക്കാൻ തയ്യാറല്ല. അവർ ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പരിഹസിക്കുക, അവരെ നിന്ദിക്കുക, അവരെ അവരുടെ ജീവിതത്തിൽ അവരുടെ കുറവുകളെയൊക്കെ പറഞ്ഞ് അവയെ പരിഹസിക്കുക. പ്രിയ ദൈവവേദിയിലെ നാം അവരെ സഹായിക്കുക. വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ എല്ലാം മൗനമായി കേൾക്കുകയല്ലാതെ ഈ കൂട്ടർക്കൊന്നും കഴിയാതെ തങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ അനേകരും അനർത്ഥം വരുമ്പോൾ, പരിഹാസങ്ങളും നിന്ദകളും കേൾക്കുമ്പോൾ വിശ്വാസ ജീവിതത്തെ ത്യജിച്ച് പിന്മാറി പോകുന്നു. മറ്റു ചിലർ ആത്മഹത്യ ചെയ്യുന്നു. എത്രയോ ദൈവദാസന്മാർ പിടിച്ചു നിൽക്കാൻ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആത്മഹത്യകൾ ചെയ്യുന്നു. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവവേദിയിലെ നാം മറ്റുള്ളവരുടെ അനർത്ഥങ്ങളെ സന്തോഷിക്കാതെ ആവോളം അവരെ സഹായിക്കുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഈ പ്രഭാതം അതിനായി ഒരുക്കാൻ, അതിനായി നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടൻ അമ്മേ പറയുന്നു, ഹല്ലേലൂയ, അനർത്ഥം വരികയില്ല എന്ന്. ആമേൻ. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എന്നാൽ ആമേൻ, സ്തോത്രം, ദൈവമക്കളുടെ അനർത്ഥങ്ങളിൽ അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. ഇന്ന് പ്രഭാതം ആമേൻ അനർത്ഥങ്ങളിലായിരിക്കുന്ന ഒത്തിരി പ്രിയ ദൈവദാസന്മാർ, ഒത്തിരി പ്രിയ കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു നല്ല ഭവനമില്ലാതെ, നല്ല വസ്ത്രമില്ലാതെ, ഒരു നേരത്തെ നല്ല ആഹാരം കഴിക്കാൻ കഴിയാതെ എത്രയെത്ര പ്രിയപ്പെട്ടവർ ആമേൻ നമ്മുടെ കൺമുന്നിൽ കൂടെ എത്രയോ പേർ കടന്നു പോകുന്നു. ഇന്ന് പ്രഭാതം അവരെയൊക്കെ ഒന്ന് ഓർക്കാം. കഴിയുമെങ്കിൽ അവരെ കൈത്താങ്ങി, അവരെ പരിഹസിക്കാതെ, അവരെ ശപിക്കാതെ, ആമേൻ ആശ്വാസവാക്ക് പറഞ്ഞു അവരെ ഒന്ന് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നാഥ, ദൈവമക്കളുടെ അനർത്ഥങ്ങളിൽ കർത്താവേ സ്തോത്രം, ഇന്ന് പ്രഭാതം ഒരു ദൈവകരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എത്രയെത്ര ഭക്തന്മാരുടെ അനർത്ഥങ്ങളിൽ, സാരാഭാത്തിലെ വിധവയുടെ അനർത്ഥങ്ങളിൽ കർത്താവേ സ്തോത്രം അപ്പൻ്റെ കരം കൂടെ ഇരിക്കുവാനിടയായി. ഏലിയാവിൻ്റെ സ്തോത്രം കർത്താവെ കഷ്ടതയുടെ നടുവിൽ, അനർത്ഥങ്ങളുടെ നടുവിൽ സാരാഭാത്തിലെ വിധവയെ കരുതിയതുപോലെ ഏലിയാവിനെ കരുതി. കെരീത്ത് തൊട്ട് കർത്താവെ തൻ്റെ ഭക്തന് വേണ്ടി
ആമേൻ കാക്കയെ അയക്കുവാനിടയായതുപോലെ ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം കഷ്ടതയിലായിരിക്കുന്ന അനർത്ഥങ്ങളിലായിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രഭാതമെല്ലാ ദൈവദാസന്മാരെയും ദൈവദാസന്മാരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, സമാധാനവും സന്തോഷവും നൽകണം. ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസികമായ നിരാശകളിൽ, ശാരീരികമായ ക്ലേശങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടു അവരെയെല്ലാം സ്വർഗം അനുഗ്രഹിച്ചാതിരിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.